ഹായ് അസ്സാം വലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം. നമുക്ക് നെയ്ച്ചോറിലേക്കും ആയാലും മന്തിയിലേക്കായാലും അതുപോലെ ചപ്പാത്തി പൊറോട്ട അതിലേക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയാലും അടിപൊളി ഐറ്റമാണ്. അതുണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 5 സവാള വെല്ലുവിളി അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ ഇതേ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വാടട്ടെ തക്കാളിയൊക്കെ ഒന്ന്. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. അതിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണോളം മുളകും പൊടി, കാശ്മീരി ചില്ലിയാണ്, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണോളം ഗരം മസാല പൊടി അവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരുമ്പോഴാണ് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒരു പച്ചമണമൊക്കെ പൊടികളുടെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലാണ്. ആ ഒരു ടൈമിലാണ് നമുക്കിനി കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 1/2 കിലോ ചിക്കനാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ലെഗ് മാത്രം ഞാൻ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാലയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ തന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. 1 മിനിറ്റോളം ഞാൻ മസാല ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങിയിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 5 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് മൂടി വെച്ച് വേവിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ, ചിക്കനിൽ നിന്ന് വെള്ളം ആവശ്യത്തിന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ചിക്കന് പൊട്ടരുത്. അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ പയ്യെ എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതിന് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണമായിരുന്നു. ചിക്കനിൽ നിന്ന് കുറച്ച് മാത്രമേ വെള്ളം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ചിക്കന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് ചിക്കൻ്റെ മുകളിലേക്കൊന്ന് ആക്കി നന്നായിട്ടൊന്ന് ഇളക്കുക. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണിത്, ചിക്കൻ്റെ ഗ്രേവി. നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവട്ടെ. 2 മിനിറ്റിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ ആവശ്യത്തിന് വെള്ളം വീണ്ടും ചിക്കനിന് വന്നിട്ടുണ്ട്.
ഇനി നന്നായിട്ടൊന്ന് വറ്റിയിട്ടൊന്ന് വേവണം. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു. നല്ല പോലെ തന്നെ ഗ്രേവി ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ വെന്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വിളമ്പിയിട്ടുള്ളത്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചപ്പാത്തിയിലേക്കും പൊറാട്ടയിലേക്കും അതുപോലെ നെയ്ച്ചോറിലേക്കും മന്തിയിലേക്കൊക്കെ പറ്റുന്ന നല്ല സൈഡ് ഡിഷാണ് ഈ ഒരു അടിപൊളി ഗ്രേവി, ചിക്കൻ്റെ ഗ്രേവി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.